ചായ കേട്ടോ. എന്റെ ഇച്ചായ ഈ നേരം വെളുത്ത് കണ്ണും തിരുമ്മി വന്ന് ഈ ചായ കുടിക്കണ ശീല ഇച്ചാൻ എപ്പോഴാ തുടങ്ങിയത്? സത്യത്തിലേ എനിക്കിങ്ങനെ ഒരു ശീലം ഇല്ലായിരുന്നേ. അപ്പച്ചൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു സൂപ്പർ ചായ അപ്പച്ചന് കിട്ടിയിരിക്കണം. അത് നിർബന്ധം. അപ്പച്ചൻ എപ്പോഴും പറയും രാവിലത്തെ ചായ കുടിച്ച് അന്നത്തെ ദിവസത്തെ എനർജി മൊത്തം നമുക്ക് ഉണ്ടാവും. ചിലരങ്ങനെയാ. അത് അമ്മച്ചിക്ക് അറിയായിരുന്നു. അപ്പൊ അമ്മച്ചി നല്ല സ്പീഡ് ചായ ഇട്ട് കൊടുക്കുമായിരുന്നു. മറ്റേ ഏലക്കേക്ക് ഇട്ടായിരിക്കും. അതെ അതെ. പക്ഷെ ചില ദിവസങ്ങളില്, എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ, ചില ദിവസങ്ങളിൽ അമ്മച്ചിയുടെ ചായ പാളിപ്പോവും. അയ്യോ, പാളിപ്പോയാ എന്റെ പൊന്നാലീസേ, പിന്നെ അപ്പച്ചന്റെ ഒരു ദേഷ്യമുണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ കട്ട വയലൻസ്. അമ്മച്ചിയെ കണ്ണു പൊട്ടണ ചീത്ത വിളിക്കും. എന്നിട്ട് ചില ദിവസങ്ങൾ വളരെ അപൂർവമായിട്ട് ചായ ഞാൻ എങ്ങനെ ഇട്ട് നിനക്കിപ്പോ കാണിച്ചു തരാം ചായ എങ്ങനെ ഇടേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ കയറി ഒരു ചായ ഇടലുണ്ട്. ഓ, ആ ചായ പട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ പട്ടി ഓർത്ത് വെച്ച് ഓടിച്ചിട്ട് കഴിക്കും. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പച്ചൻ ഈ ചായ എടുത്തൊരു കുടിച്ചിട്ട് പറയും, ദേ കണ്ടോ, ദേ ഇങ്ങനെ വേണം ചായ ഇടാൻ എന്ന് പറഞ്ഞ് ചായയും കുടിച്ച് അഭിമാനത്തോടൊരു പോക്കുണ്ട്. അപ്പൊ ഞാൻ വന്ന് ചായ എടുത്ത് കുടിച്ച് നോക്കുമ്പോഴാണ് അറിയണത് ഇത്രയും വൃത്തികെട്ട ചായ ജീവിതത്തിൽ വേറെ ഒരിടത്തും ഞാൻ കുടിച്ചിട്ടില്ല. അപ്പൊ അപ്പച്ചൻ ഞാൻ ഈ ചായ എടുത്തുകൊണ്ട് പോയി കുടിച്ചുകൊണ്ട് കിടക്കുമ്പോ അപ്പച്ചൻ എന്നോട് ചോദിക്കും, എടാ ജോർജ് കുട്ടി, ചായ എങ്ങനെ ഉണ്ട്? അഭിമാനത്തോടെ. അപ്പൊ കൊള്ളത്തില്ലെങ്കിൽ ഞാൻ അപ്പച്ചനോട് പറയും, സൂപ്പർ കേട്ടോ അപ്പച്ച. അപ്പൊ അമ്മച്ചിയുടെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം ഇന്നും എന്റെ കണ്ണിൽ നിൽക്കുകയാണ്. അപ്പച്ചന്റെ ഈ സ്വഭാവം ഇച്ചാന് കിട്ടിയത്. ചില ശീലങ്ങളൊക്കെ നമുക്ക് ചിലത് ജീനിന്ന് കിട്ടും, ചിലത് നമ്മൾ കണ്ടുപിടിക്കും. ഇത് ഞാൻ കണ്ടുപിടിച്ചാണെന്ന് തോന്നുന്നു. എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇച്ചാന് നല്ല എന്താണ് ഇച്ചാന്റെ റേഷ്യോ അതിന് പറ്റുന്ന രീതിയിൽ ഞാൻ ചായ ഇടുന്നു. നിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൈപ്പുണ്യ അപാരമാണ്. ഞാൻ എത്രയെങ്കിലും തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചായയുടെ കേസിൽ വേറെ ലെവല്. എന്റെ ചായ ആയിരുന്നു അപ്പച്ചൻ കുടിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം പോലും അപ്പച്ചന് ചായ ഇടേണ്ടി വരത്തില്ലായിരുന്നു. ചൂട് കുടിപ്പോയാ എന്നെ വൃത്തികെട്ട ചായ അടി അലിസ. ഇത് വൃത്തികെട്ട ചായയാ? എന്ത് ചായ ഇങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിക്കുന്ന? ഇത്രയും വൃത്തികെട്ട ഒരു ചായ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ അപ്പം പോലും ഇട്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട ചായ. ചായ നീ ഇത് എന്നാ വെച്ചിട്ടതാ? എന്നാ വെച്ചിട്ട് എല്ലാ ദിവസം ഇടുന്ന പോലെ പാലും തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്. എന്നാ പാലാ ഉപയോഗിച്ച? എപ്പോഴും കിട്ടുന്ന പാല് തന്നെ. എന്റെ പൊന്നു, പാല് ചീത്തായ? പാല് ചീത്തായതല്ല, നിന്റെ ചായ ചീത്തായതാ. അല്ലല്ല, പാലിന്റെ കുഴപ്പമായിരിക്കും. ഓ പിന്നെ ഏത് കമ്പനിയുടെ പാലാ? സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന തന്നെയല്ലോ. അപ്പൊ പിന്നെ പാലിന്റെ കുഴപ്പം എങ്ങനെ വരുന്നത്? തേയിലപ്പൊടി മാറിയിട്ടുണ്ടാവും. തേയിലപ്പൊടി മാറിയിട്ടില്ല, തേയിലപ്പൊടി പഴയത് തന്നെയാണ്. പിന്നെ കഷ്ടമാണ് ആലിസ, കഷ്ടമാണ്. വെറുതെ അല്ല അപ്പച്ചൻ ചൂടാവുന്ന അമ്മച്ചോട്. ചൂടാവില്ല, ഞാൻ വേറെ ഇട്ട് തരാം. വേറെ ഇട്ട് തന്നിട്ട് ഇനിയിപ്പോ ചായ കുടിക്കാനുള്ള മൂഡ് പോയിട്ട് ഇനി ചായ കുടിച്ചിട്ട് എന്നാ ചെയ്യാനാ? രാവിലെ സിപ്പ് എടുത്തപ്പോ തന്നെ വായിക്കാത്തൊരു മാതിരി വൃത്തികെട്ട ടേസ്റ്റ്. രാവിലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എനിക്കൊരു ചായ വേണമെന്ന് നിനക്ക് അറിയത്തില്ലേ? ഇത് കുടിച്ചില്ലെന്നങ്ങ് വിചാരിച്ചപ്പോ ഇത് കുടിച്ചില്ലെന്ന് വിചാരിക്കണ്ട, ഇത് ഞാൻ കുടിച്ചോളാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ ഇന്നലെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നീ ഇന്നലെ ഉണ്ടാക്കിയ ആഹാരം ഉണ്ടല്ലോ, മഹാ ബോറായിരുന്നു. പിന്നെ അത് ഇന്നലെ പറയണ്ടായിരുന്നു. ഇന്നലെ പറയണ്ടെന്ന് പറഞ്ഞാൽ ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റുമല്ലോ. ഇതിപ്പോ അതല്ലേ, ഇതിപ്പം ഇന്ന് രാവിലെ ഇങ്ങനെ തന്നെയാണെങ്കിൽ. ഇന്നലത്തെ കറിക്ക് എന്താ കുഴപ്പം? നീ കറി ഉണ്ടാക്കിയതിന് ശേഷമാണോ മുളക് കുറവെന്ന് വെച്ചിട്ട് മുളകിട്ടത്? എന്തിനാ ഇച്ചായ ആലീസിനെ പാചകം പഠിപ്പിക്കുന്നത്? എന്റെ പൊന്ന ആലീസെ, മുളക് മാറിക്കിടക്കുകയായിരുന്നു. എന്റെ കുറ്റാണോ മുളക് കുത്തുന്നു? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കറി ഉണ്ടാക്കുമ്പം തന്നെ ഈ മുളക് പാകത്തിനിട്ട് അതിനോടൊപ്പം ചേർക്കണം. അങ്ങനെ തന്നെയല്ലേ ഇച്ചായ എപ്പോഴും ചെയ്യുന്നത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇച്ചായ. ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലതല്ലെങ്കിൽ നല്ലതല്ലെന്ന് തന്നെ പറയും. ഇച്ചായ, ഞാൻ എല്ലാ ദിവസവും ഇച്ചായന്റെ ദൈവം നല്ല രീതിക്ക് ഫുഡ് കൊടുക്കണേന്ന് വിചാരിച്ചിട്ട് ആ ഒരു വിചാരത്തിലാണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലിസ, ഭയങ്കര മോശമായി. ഒരു ചായ ഇട്ടാ പോലും ദൈവം ഇച്ചായന്റെ റേഷ്യോ അനുസരിച്ച് കറക്റ്റ് ആവണേന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചോണ്ടല്ല പാചകം ചെയ്യുന്നത്. കറക്റ്റ് ആണ്. വായി വെക്കാൻ കൊള്ളത്തില്ല. തന്നെ നോക്കട്ടെ, കുടിച്ചു നോക്ക്. അയ്യോ, ഇത് പാലിന്റെ ആണെന്ന് തോന്നുന്നു ഇച്ചായ. പാലിന്റെ ആണോ തേയിലയുടെ ആണോ? ഒന്നുകൂടെ കുടിച്ചു നോക്ക്, പാലിന്റെ ആണോ ഒന്ന്. ഇത് കറക്റ്റ് ആയില്ല. തേയിലയുടെ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തിന്റെ ഒന്നുകൂടെ കുടിച്ചു നോക്ക്. വെള്ളത്തിന്റെ ആവാൻ സാധ്യതയുണ്ടോ?
ചിലപ്പോ അതും ആകാം. ക്ലോറിൻ ഇവിടെ ഇടയ്ക്ക് ക്ലോറിൻ ഒന്നുകൂടെ കുടിച്ചു നോക്ക്. പഞ്ചസാരയുടെ ആവാൻ സാധ്യതയുണ്ടോ? ചാൻസ് ഇല്ല. ഒരു കാര്യം പറയട്ടെ, ഈ ചായ ജീവിതത്തിൽ ആർക്കും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ പാളിപ്പോയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോവരുത് കേട്ടോ ഈ ചായ. ഒരു പ്രാവശ്യം പാളിയത് തന്നെ. സുരാംഗനി 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 കമാലിലേക്ക്. ആലിസേ, ആലിസേ, ആ ഇങ്ങോട്ട് വാ. എന്തേ? എന്താണ് ഇതെന്താണ്? ഇതെന്താന്നറിയാമല്ലേ? ഷർട്ട് തേച്ചോ? തേച്ചല്ലോ. ഇതാണോ തേച്ചത്? രാവിലെ അല്ല, നീ നോക്ക്, ഇതാണോ തേച്ചത്? ഇതെന്താണ് ഇത്? ദേ ഇവിടെ നോക്ക്, ദേ ഇത് നോക്ക്. ഇങ്ങനെയാണോ തേച്ചത്? ഇങ്ങനെയാണോ തേക്ക? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? അയൺ ബോക്സ് ചൂടാക്കിയതിന് ശേഷം മാത്രം തേക്കണമെന്നാണോ? അയൺ ബോക്സ് ചൂടാക്കാതെ തേക്കേണ്ട വിദ്യ എനിക്ക് അറിയാൻ പാടില്ല ഇച്ചായ. ഇത് ചൂടാക്കാതെയാണ് തേച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ചുളുക്ക് മാറാത്തത്. ഇച്ചായ വെറുതെ കിടന്ന് ചൂടാവല്ലേ. ഇത് നല്ല പോലെ തേച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടാണ് അടുക്കളയിൽ പോയി ചായ ഇട്ടത്. എങ്ങനെ? ഇങ്ങനെ അല്ലേ? ഇങ്ങനെ അങ്ങനെ ആയിരിക്കും. ഞാൻ നിക്കേ, ഇതിന്റെ ചൂട് എവിടെ? മണിക്കൂറുകളോളം ചൂട് നിൽക്കാനുള്ള വിദ്യ എനിക്ക് അറിയാൻ പാടില്ല ഇച്ചായ. ഓഹോ, അപ്പൊ നിന്റെ തേച്ചതിന്റെ കുഴപ്പമല്ല, നീ ഇത് തേച്ചിട്ട് അത് പിന്നെ ചുളുങ്ങി പോയത്. എന്താണിത്? ഷർട്ട് തനിയായിരുന്നു ചുളുങ്ങിയതാണ്. എനിക്ക് നല്ല സംശയമുണ്ട് ഇച്ചായ, എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ഇച്ചായൻ ഈ ഷർട്ട് ഇങ്ങനെ പിടിച്ച് ചുരുട്ടിയതാണോ എന്ന്. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ 2 ദിവസമായി തുടങ്ങിയിട്ട് കേട്ടാ. ശ്രദ്ധക്കുറവെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, തലയ്ക്കകത്ത് നിന്റെ കേറിയിട്ടുണ്ട്. നീ അത് മനസ്സിലാക്കണം. ശ്രദ്ധക്കുറവുണ്ടെന്ന് ഇച്ചായൻ എങ്ങനെ അറിയാം? എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതൊക്കെ എനിക്കുണ്ട്. ഞാൻ നല്ല അന്തസ്സായിട്ട് തേച്ച് വിട്ടിട്ടാ പോയത്. പിന്നെ ചായ ഇട്ടപ്പോഴത്തേക്ക് അതിന് ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ പുറകെ നടന്ന് കുറ്റപ്പെടുത്തണ്ട. ഇന്നലെ വെച്ച കറി, ഇന്നിട്ട ചായ തേച്ച് വെച്ചിരിക്കുന്നത് കഷ്ടമാണ് അലിസ, കഷ്ടമാണ്. ഭയങ്കര കഷ്ടമാണ്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഭയങ്കര കഷ്ടമാണ്. നിനക്ക് പറ്റൂലെങ്കിൽ നീ പോടി. എന്നെ സഹിക്കാൻ പാടാണ്, എന്നെ ബുദ്ധിമുട്ടാണ് സഹിക്കാൻ. അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ചായൻ വേറെ പെണ്ണ് കെട്ടിക്കോ. ഈ ചായൻ വേറെ കല്യാണം കഴിച്ചോളാം. കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നീ മാറി തരണ്ടേ? ഇത് മറ്റേ വിക്രമാദിത്യന്റെ തോളിലിരിക്കണ വേതാളത്തിനെ പോലെ പറ്റി പിടിച്ചിരിക്കേ. ഓഹോ, അപ്പൊ വേറെ കെട്ടണം, അതിന് ആഗ്രഹമുണ്ട്. അത് എന്റെ വായിന്ന് തന്നെ ഇച്ചായന് കേൾക്കണായിരുന്നു. അതായിരുന്നു ഉദ്ദേശം. അതെ, അത് തന്നെയാണ് ഉദ്ദേശം. അത് തന്നെയാണ് ഉദ്ദേശം. ഇങ്ങനെ മാറി. ഇതാര് ചുരുട്ടിക്കുട്ടി? മാഷായിരുന്നോ? എന്താ രാവിലെ? നിങ്ങളെപ്പോലുള്ളവർക്ക് വീട് വാടകയ്ക്ക് തന്നാൽ ഞാൻ ദിവസം ഇവിടെ കയറി ഇറങ്ങേണ്ടി വരുമല്ലോ. അല്ല, ഒരു ദിവസം ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീടെടുത്ത് തിരിച്ചു വയ്ക്കും. അന്ന് മാഷ അങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണം? താണ്ട വന്നല്ലോ വീട്ടുകാരി. എന്താ ആലീസ്, നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല? മനസ്സിലാവും. നിങ്ങൾക്ക് ഈ വീട് വാടകയ്ക്ക് തരുമ്പോൾ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വരുന്നത് 17ാമത്തെ പ്രാവശ്യമാണ്. ഇവിടെ എന്താ ഇത്ര വലിയ വൃത്തികേട്? ഇവിടെയല്ല, ആ ഗേറ്റ് മുതൽ മുറ്റം വരെ കരിയില വീട് കിടക്കുകയാണ്. മരത്തിൽ നില കൊഴിഞ്ഞാൽ താഴേക്കേ വീഴത്തുള്ളൂ. മേളിലേക്ക് പോകാനുള്ള വിദ്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഗ്രാവിറ്റേഷണൽ തിയറി എങ്ങനെയാണ്? ഓഹോ, അതെ, താഴേക്ക് വീഴും. പക്ഷെ താഴെ വീണ ഇലകൾ തൂത്തുമാരിക്കളയേണ്ടത് വീട്ടിലെ സ്ത്രീകളുടെ ജോലിയാണ്. എന്റെ പൊന്ന മാഷേ, എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ തൂത്തുവാരി കളയും. അല്ലാതെ നേരം വെളുക്കുമ്പോ തൊട്ട് മരത്തിന്റെ ചോട്ടിൽ പോയി നിന്ന് ഇല വീഴുന്നുണ്ടോ നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വീട്ടുടമസ്ഥനായ ഞാൻ വളരെ പ്രസക്തമായ ഒരു കാര്യം പറയുമ്പോൾ തർക്കുത്തരം പറയുന്നു. ഞാൻ ഒരുപാട് കാശ് മുടക്കി വാങ്ങിയ വീടാണ്. ഇതിനൊരു കുഴപ്പവും വരാൻ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അയ്യോ, എന്നും വന്നിട്ട് മാഷിന് ഇല വീഴുന്ന കാര്യം മാത്രമുള്ള പറയാനായിട്ട്. ഈ അടുക്കളയിലെ ടാപ്പ് കേടായിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നന്നാക്കി തന്നത്? ആ ഇലക്ട്രിക് വയറിന്റെ കാര്യം 4 ദിവസം എടുത്തു അത് നന്നാക്കാനായിട്ട്. ഈ ഇലയുടെ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തി അന്നേരം എന്താ കാണിക്കാഞ്ഞത്? അരി എത്രയെന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി എന്ന് പറയരുത്. ഡോക്ടർ, ഇവരെ ഏതെങ്കിലും മര്യാദ പഠിപ്പിക്കുന്ന സ്കൂളിൽ കൊണ്ടാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മാഷെ, രാവിലെ തൊട്ട് എന്റെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. ഇനി മാഷ് ഇവിടെ നിന്നുകൊണ്ട് ഒരു അക്ഷരം പറഞ്ഞ മാഷിന്റെ പ്രായോ സ്ഥാനമൊന്നും ഞാൻ നോക്കൂല. ഇവിടെ കിടക്കുന്ന ഇല വാരി കളയാനേ എനിക്ക് മനസ്സില്ല. മാഷ് കൊണ്ടുപോയി കേസ് കൊടുക്കും.
എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇത്രയും ധിക്കാരിയ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നു ഡോക്ടർ, ഇതിനെ എങ്ങനെ സഹിക്കുന്നു? മാഷെ തൽക്കാലം ചെല്ല്. ഇലവാരി കളയുന്ന കാര്യം ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ഡോക്ടർ പറഞ്ഞത് കൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പോ പോകുന്നു. പക്ഷെ ഇനിയും ഞാൻ വരും. ഇതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ആ ശരി. ഞാൻ പറഞ്ഞപ്പോഴായിരുന്നല്ലോ ബുദ്ധിമുട്ട്. ഇപ്പൊ എന്തായി? എന്ത്? നിനക്ക് ശ്രദ്ധക്കുറവാണെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയാണ്. ഇപ്പോ ലംബോദരൻ മാഷ് വന്ന് കണ്ണ് പൊട്ടനെ തെറി പറഞ്ഞപ്പോ നിനക്ക് സമാധാനമായോ? എന്നോട് വേറെ കല്യാണം കഴിക്കാൻ പോലും നീ പറഞ്ഞു. അതിന് ലംബോദരൻ മാഷ് പറയുന്നത് ആര് വകവെക്കുന്നു? നിനക്ക് വകവെക്കേണ്ട കാര്യമില്ല. നീ വീട്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ. ഇയാൾ ഈ ലോകം മൊത്തം പറഞ്ഞുകൊണ്ട് കിടക്കും. പുറത്തിറങ്ങി കിടക്കണ ഞാനാണല്ലോ. ആൾക്കാർ എന്നെ നോക്കി ചിരിക്കും. ഇച്ചായൻ പുറത്തിറങ്ങി നടക്കണ്ട നാളെ തൊട്ട്. അപ്പൊ ആളുകളെ കാണണ്ടല്ലോ. ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ തന്നെ ഇരിക്കുവാണെങ്കിൽ ഇവിടുത്തെ പണിയെങ്കിലും നല്ല വൃത്തിയായിട്ട് നടക്കും. അപ്പൊ 3 നേരം ഉരുട്ടി വിഴുങ്ങാൻ കാശ് വേണ്ടേ? ഇച്ചായൻ ജോലിക്ക് പോയില്ലെങ്കിലും പട്ടിണി കിടക്കേണ്ട ഗതി കിടന്നു ഈ ആലീസിനില്ല. ദേ എന്റെ കുടുംബത്തെ ആവശ്യം പോലെ പൈസയുണ്ട്. ആണോ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, നിന്റെ കുടുംബത്തിൽ പോയി നിൽക്ക്. എന്നിട്ട് ആ കാശെടുത്ത് 3 നേരം ഉരുട്ടി വിടുങ്ങ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിച്ചോളാം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം വെച്ച് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ. ആൾക്കാരെ കാണുകയും വേണ്ട, അവരുടെ തെറി കേൾക്കുകയും വേണ്ട. ദാണ് ഏത് ദാണ്? എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഇച്ചായൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചായൻ എന്റെ പുറകെ നടന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതാണ് ഇച്ചായന്റെ മനസ്സിലിരിപ്പ്. നിങ്ങളുടെ നോക്ക്, ഇങ്ങനെ പിടിക്കാനുള്ള ഇതേ ഇങ്ങനെ ചുറ്റി കറങ്ങി പിടിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നുള്ള ആഗ്രഹം ഇച്ചായൻ എപ്പോഴാണ് ഉണ്ടായത്? അതിന്റെ കാരണം എന്തുവാ? അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി നല്ല പറയേണ്ടത്. ഇന്ന് ലംബോദരൻ മാഷ് പറഞ്ഞത് നീ കേട്ടതാണല്ലോ. എടി വെറുതെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ വേണം മനസ്സിലാക്കാൻ, അല്ലാതെ എഴുതാപ്പുറം വായിക്കരുത്. എനിക്കൊരു പുറം വായിക്കേണ്ട കാര്യമില്ല. ഇച്ചായന്റെ ഈ സ്വഭാവം മാറ്റാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം. പോട്ടെ. നീ ഫ്രണ്ടിൽ കൂടെ പോ. ഞാൻ മാറിയിട്ട് എന്റെ ബാക്കിൽ കൂടെ പോകണം. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എന്തിനും ട്വിസ്റ്റ് ചെയ്തേ കാര്യങ്ങൾ. ഹലോ, പവിത്ര, ആലീസാണ്. എന്തുണ്ട്? എവിടെയുണ്ട്? അതെ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയണമായിരുന്നല്ലോ. ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒന്നിങ്ങോട്ട് വരാമോ? ഇപ്പം താമസിക്കരുത്, ഇപ്പം തന്നെ വരണം. ശരി ഓക്കെ. ഇവിടെ വരുമ്പോൾ പറയാം. ശരി. പവിത്രനാണോ ഇവിടെ ഒന്ന് ജോലി ചെയ്യാൻ പോകുന്നത്? പവിത്രൻ ഇവിടെ വന്ന് ജോലി ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ഒരാളെ പവിത്രൻ എനിക്ക് എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് തരും. ആലിസേ, വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കരുത്. ഇത് വേണ്ടാത്ത പരിപാടിയാന്ന് വെച്ചാൽ എങ്ങനെ അറിയാം? നിനക്ക് നേരത്തെ ഒരു ജോലിക്കാർ ഇവിടെ വന്ന് നിന്നത് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് എന്തായി? അവിടെ കേൾക്കുന്ന ഇവിടെ വന്ന് പറയുക, ഇവിടെ കേൾക്കുന്ന അവിടെ വന്ന് പറയുക. എന്തിനാണ് ആവശ്യമില്ലാത്തത്? ഇവിടെ കേൾക്കുന്നത് എവിടെയെങ്കിലും പോയി പറഞ്ഞോട്ടെ. എന്നെ പറ്റിയിട്ടായിരിക്കുമല്ലോ കുറ്റം പറയുന്നത്. അത് ഞാനങ്ങ് സഹിച്ചോളാം. ചെറുപ്പക്കാരികൾ ആരെങ്കിലും ആണെങ്കിലോ? ചെറുപ്പക്കാരികളാണെങ്കിൽ അവരെ നിലക്ക് നിർത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഇത്ര നാൾ ഞാൻ നിന്നില്ലേ? ഇതിനെ നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് ജോർജ് കുട്ടി എന്നായി. ഞാനങ്ങ് അനുഭവിച്ചോളാം ഇച്ചായ. അനുഭവിക്കുന്നതായിട്ട് ഇച്ചായന്റെ പുറകെ എന്തായാലും വരാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ശമ്പളം കൊടുത്ത ആരാണ്? ആണല്ലോ. തീർച്ചയാണോ? എന്നാൽ ഇപ്രാവശ്യം ഞാൻ 5ന്റെ കാശ് ഇതിനു വേണ്ടി മുടക്കത്തില്ല. ഉറപ്പാണോ? ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പ്. ആരെയാ വിളിക്കണേ? ആരെങ്കിലും ആവട്ടെ. ഹലോ അപ്പച്ച, എന്തുണ്ട്? എവിടെയാണ്? പുറത്തോട്ടൊന്നും പോയില്ലേ? ഞാനിവിടെ ഉണ്ട് അപ്പച്ച. സുഖായിട്ടിരിക്കുന്നു. ഇല്ലില്ല, പോയില്ല. ഇന്നിവിടെ ഉണ്ട്. പോവായിരിക്കും. അപ്പച്ച, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അപ്പച്ച. നമ്മളിപ്പോ വീട് മാറിയില്ലേ? ആ വീടാണെങ്കിൽ ഭയങ്കര വലുതാ അപ്പച്ച. എന്റെ പൊന്നോ, കുറേ മുറിയുണ്ട്, മുറ്റമുണ്ട്. ഇതൊക്കെ മുറിയൊക്കെ ഒന്ന് തൂത്ത് വാരി തുടച്ച് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോ സത്യമായിട്ടും ഭയങ്കര ക്ഷീണോ അപ്പച്ച. നടുപൊടിയും. ഒരു ജോലിക്കാരി ഇല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര പാടാ അപ്പച്ച. അല്ല, ആ കൊച്ചു പോയില്ലേ? അത് പഴയ വീട്ടിലല്ലായിരുന്നോ? ഇവിടെ ആരും ഇല്ലല്ലോ അപ്പച്ച.
അപ്പൊ ഞാൻ ഇച്ചായനോട് പറഞ്ഞ് നമുക്കൊരു വേലക്കാരനെ വെക്കാന്ന്. അപ്പൊ ഇച്ചായൻ പറയുവാ ഇച്ചായൻ ഇപ്പൊ ഇത്തിരി ടൈറ്റാണ്, എന്തൊക്കെയോ അടവുകളൊക്കെ ഉണ്ടെന്ന്. ഇച്ചിരി ടൈറ്റ് ഉണ്ടെന്ന്. അപ്പൊ ഇനി പൈസ കൊടുക്കാനൊക്കെ ഇച്ചായൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ ഒട്ടും വയ്യല്ലോ എന്ന്. ഞാൻ എന്ത് ചെയ്യും അപ്പച്ചാ? പൈസയുടെ ആണോ? എനിക്കറിയായിരുന്നു അപ്പച്ചനോട് പറഞ്ഞ ഇങ്ങനെ തന്നെ പറയുന്നു. ശരി, എന്നാ ഞാൻ പറയാം അങ്ങനെ. ശരി അപ്പച്ചാ. അമ്മച്ചി എവിടെ? ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചോളാം. ശരി ശരി. അതെ ഇച്ചായ, എൻ്റെ അപ്പച്ചൻ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞു. ഇവിടെ ഒരു വേലക്കാരിനെ വെച്ചോ, അവർക്ക് കൊടുക്കാനുള്ള പൈസ മാസം മാസം എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടോളാം, അതിന് ഇച്ചായനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആലിസെ, ആവശ്യമില്ലാത്ത പരിപാടിയാണ്. അത് മാത്രമല്ല, ഒരു ജോലിക്കാരി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി പോകും. നമുക്കൊന്ന് സ്നേഹിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒക്കെ നമുക്ക് പറ്റാതാവും. എൻ്റെ പൊന്നോ, ഈ സ്നേഹം എനിക്ക് വേണ്ട. ഈ സ്നേഹം കാണിക്കാനാണെങ്കിൽ ഇവിടെ ഒരാളുള്ളതാണ് ഇതിലും സമാധാനം എനിക്ക്. കേട്ടല്ലോ? ഇച്ചായന് ഇതൊരു ആവശ്യമായിരിക്കും, പക്ഷെ എനിക്ക് ഇത് അതിനേലും വലിയ ആവശ്യമാണ്. കാരണമേ എൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയും പണിയെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ. നീ ഇതിനെ അനുഭവിച്ചില്ലെങ്കിൽ ആലിസ, നീ ഇതിനെ അനുഭവിച്ചിരിക്കും. ഞാനാ പറയും. ശരി, ഞാൻ അനുഭവിച്ചോളാം. അനുഭവിക്കാനായിട്ട് കൂട്ടുപിടിക്കാൻ ഞാൻ ഒരാളെയും വിളിക്കത്തില്ല. കർത്താവ്, ഇവള് സീരിയസ് ആണല്ലോ. ജോലിക്കാരിയെ ഇവള് വിളിച്ചു വരുത്തുവോ? ഇവളുടെ അപ്പച്ചനും ബോധമില്ലേ? നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിച്ചൂടെ? അതെങ്ങനാ? ബോധമില്ലാത്ത വീട്ടിൽ നിന്നല്ലേ കെട്ടിയേ? ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. ആലിസേ, എടി, നമ്മൾ ഈ ജോലിക്കാരിയുടെ ബാധ്യത ഇവിടെ വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇച്ചായ, വെറുതെ ഇച്ചായന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഞാൻ ഇച്ചായനോട് പറഞ്ഞല്ലോ, ജോലിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തോളാന്നേ. എന്റെ പൊന്ന ആലീസെ, 2 പേര് മാത്രമുള്ള ഒരു വീട്ടിൽ ഒരു ജോലിക്കാരിയെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ദൂർത്താണ്. ആ ദൂർത്ത് ഞാനങ്ങ് സഹിച്ചു. എടി, ഇവിടെ ആകെയുള്ള ജോലി എന്തുവാണ്? ഇവിടെ ആഹാരം ഉണ്ടാക്കണം, പിന്നെ വീടൊക്കെ അടിച്ചു വാരണം, അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു ജോലിക്കാരി വെച്ച് കഴിഞ്ഞാൽ നീ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ഇരുന്ന് ബോറടിക്കും. ആ ബോറടി ഞാനങ്ങ് സഹിച്ചാ പോരെ ഇച്ചായ? അല്ല, അത് മാത്രമല്ല, നമ്മളെ ഒന്നും ചെയ്യാതെ ആഹാരം കഴിച്ച് വെറുതെ കിടന്ന് ഉറങ്ങുകയാണെങ്കിലേ നമുക്ക് പലതരം രോഗങ്ങൾ വരും. അത്തരം രോഗങ്ങളെ നമ്മൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരും. നമ്മളൊരു രോഗിയായി മാറും. ആകും. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ മതി, അത് ഞാൻ പൊക്കോളാം. അലസെ, ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്തോ? ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു രാവിലെ മുതൽ, അതല്ലേ? ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ രാവിലെ ഇട്ട ചായ അത്ര മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ നിന്റെ ചായ ഇടലിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതിൽ നിന്നൊരു ലേശം ടേസ്റ്റ് കുറഞ്ഞപ്പോ ഞാൻ അറിയാതെ പറഞ്ഞുപോയി. സുഖമായിട്ട് കുടിക്കായിരുന്നു, ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഷർട്ട്, നീ ഇപ്പൊ ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്ന നേരത്ത് ഞാൻ ഈ ഷർട്ട് തേച്ചാൽ മതിയല്ലോ, പ്രശ്നം തീരും. അത്രേ ഉള്ളു. അതിനു വേണ്ടി എന്തിനാണ് ജോലിക്കാരിയൊക്കെ? എന്റെ ഇച്ചായ, ജോലിക്കാരിക്ക് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇച്ചായ പല നമ്പറും ഇറക്കും. ഇനി എങ്ങാനും ഞാൻ ജോലിക്കാരി വേണ്ടാന്ന് പറഞ്ഞ ഇച്ചായന്റെ തനി സ്വരൂപം ചാടി പുറത്തോട്ട് വരും. ഇക്കാര്യത്തിലില്ലേ ഓന്തിനെ ഇച്ചായനേലും വിശ്വസിക്കാം. എന്റെ പൊന്നെ ആലിസ, ഇപ്പൊ എന്തുവാ നിന്റെ പ്രശ്നം? ഞാൻ വഴക്കുണ്ടാക്കുന്നു എന്നല്ലേ? സത്യമായിട്ടും കർത്താവാണ് സത്യം, ഞാൻ നിന്നോട് ഇനി വഴക്കുണ്ടാക്കത്തില്ലടി. ഇച്ചായൻ എന്നെ വഴക്ക് പറയത്തുമില്ല, കുറ്റപ്പെടുത്തതുമില്ല. പക്ഷെ വേറൊരാളുണ്ട്, ആ ലംബോദരൻ മാഷ്. അങ്ങേര് ഈ വീട്ടിൽ ഡെയിലി കയറി ഇറങ്ങി എന്നെ കുറ്റപ്പെടുത്തിയിട്ട് പോകും. അത് കേൾക്കേണ്ട ഗതികേട് എനിക്കില്ല ഇച്ചായ. കറക്റ്റ്, അത് കേൾക്കേണ്ട ഗതികേട് നിനക്കില്ല. നീ എന്തിനാ അത് കേൾക്കുന്ന? കേൾക്കണ്ടെന്ന് വെച്ചാ പോരെ. കേൾക്കണ്ടെന്ന് വെക്കാൻ ഞാനൊരു യന്ത്രമനുഷ്യത്വമൊന്നും അല്ലല്ലോ. ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പും ഇല്ല. വേലക്കാരനെ വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വെക്കും. അതിന് ഇച്ചായൻ അതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാം, പവിത്രം വന്ന് ആലിസടി. എന്റെ ആലീസെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. അന്നേരം ആലീസിന്റെ കോള് കണ്ടത്. ഡോക്ടറല്ലോ ഇച്ചാനൊക്കെ ഉണ്ട്, അതവിടെ നിക്കട്ടെ. പവിത്രനെ ഞാനല്ലേ വിളിച്ചത്. അപ്പൊ എന്റെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കും. ആലീസിന് എന്നാ കാര്യം? എനിക്കൊരു ജോലിക്കാരിനെ വേണം. ജോലിക്കാരി നോക്കുമ്പോ ഇത്ര ഞെട്ടേണ്ട കാര്യം എന്തുവാ? നേരത്തെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നല്ലോ നമുക്ക്, ചാരുലത. അവള് പോയ പിന്നെ എന്റെ പൊന്നോ, എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്കാ പവിത്ര ചെയ്യുന്നത്. ഇങ്ങനെ പണിയെടുത്ത് ചാവാൻ എനിക്ക് വയ്യ. അതെന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ചാരു ഇപ്പൊ വീട്ടു ജോലിയൊക്കെ നിർത്തി. അവളിപ്പോ ടെക്സ്റ്റൈൽ ഷോപ്പിൽ അങ്ങോട്ട് പോവാ. അവളെ കിട്ടുമല്ലോ എന്നാ ചെയ്യുന്നപ്പോ?
ചാരുനെ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേറെ ആരെങ്കിലും മതി. പക്ഷെ ജോലിക്കാരിനെ വേണം. പുതിയൊരു ജോലിക്കാരി വരാതെ ഒരു പണി ഞാൻ എടുക്കൂല പവിത്ര ഇനി. നോക്കട്ടെ, ഞാൻ സംഘടിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആ. പക്ഷെ ഈ ജോലിക്കാരിയെ കൊണ്ടുവരുന്ന കാര്യം ഡോക്ടർ അറിഞ്ഞിട്ടാണോ? അതിന് ഇച്ചാൻ എന്തിനാ അറിയുന്നത്? ജോലിക്കാരിക്ക് കൊടുക്കാനുള്ള പൈസ ഞാനല്ലേ തരുന്നത്. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. അല്ല, എന്നാ പറ്റി ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റത്തിലേക്ക്? അല്ല, പുതിയ ജോലിക്കാരിയൊക്കെ വേണമെന്ന് ഇങ്ങനെ പറയുന്നത്. ആലീസ് പറഞ്ഞു നമുക്കൊരു ജോലിക്കാരി വേണമെന്ന്. പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ജോലിക്കാരിയെ നോക്കാം. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് നോക്കിയേരെ. ശമ്പളം കൊടുക്കുന്ന ആലീസ് അല്ലേ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ആയിക്കോട്ടെ. അപ്പൊ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാം. പിന്നെ ഡോക്ടറെ, ഞാൻ വന്ന എന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു 2500 രൂപ വേണമായിരുന്നു. പണി നടക്കുന്നതിന് മുമ്പ് കമ്മീഷനാ? കമ്മീഷനായിട്ടല്ല, എനിക്കൊരു അത്യാവശ്യം കടമായിട്ട് തന്നാൽ മതി. ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു. തീർച്ചയായിട്ടും. എൻ്റെ പേഴ്സിൽ കാശ് കാണും, ഒന്ന് പോയി എടുത്തു കൊടുക്കുക. എടി ജോലിക്കാരി നോക്കാന്ന് പറഞ്ഞില്ലേ, പോയി എടുത്തു കൊടുക്ക്, ചെല്ലേ. പവിത്ര, ഈ വേലക്കാരിയുടെ പ്രശ്നം എങ്ങനെയെങ്കിലും മുടക്കി തരണം.